നല്ല കിടിലൻ ക്രൈം ത്രില്ലർ. ബേസിലായിട്ട് വൈബാണ്, അടിപൊളിയാണ്. നമ്മൾ ഇതുവരെ കാണാത്ത ബേസിലാണ് ഇപ്പോൾ സൗബിനൊക്കെ ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടറിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നല്ല ഔട്ട്പുട്ട് ആയിരിക്കുന്ന ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അത് കറക്റ്റ് തന്നെ കിട്ടി. നല്ല സ്റ്റോറി, നല്ല കിടിലൻ ക്രൈം ത്രില്ലർ. ഒരു ലാഗും ഇല്ലാതെ നമ്മളെ എൻഗേജ്ഡ് ആക്കുന്ന ഒരു പടം, ഒരു രക്ഷയില്ല. സൗബിനൊക്കെ നല്ല കിടിലൻ പെർഫോമൻസ്. സൗബിൻ്റെ ഒരു പ്രത്യേകത തന്നെ എല്ലാം, അതായത് നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന നല്ല റോള് മാത്രം എടുക്കുന്ന ഒരു വ്യക്തി. അതേപോലെ ബേസിൽ ഇവർ രണ്ടുപേരും കൂടെ കോമ്പോ നല്ല അടിപൊളി, നല്ല രസമുണ്ട്. എല്ലാ ഇൻട്രൊഡക്ഷനും നല്ല സൂപ്പറാണ്. ബേസിലായിട്ട് വൈബാണ്, അടിപൊളിയാണ്. പിന്നെ ക്രൈം ത്രില്ലർ വേറെ രീതിയിൽ അൻവർ റഷീദ് എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ സിനിമ, ഒരു രക്ഷയില്ല. പ്രെഡിക്റ്റബിൾ അല്ല, ഒന്നും അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൂപ്പർ പടം. ബേസിൽ കുഴപ്പമില്ല. നല്ല പടമാണ്, അടിപൊളിയാണ്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. നല്ല ത്രില്ലർ, നന്നായിട്ട് എല്ലാവരും സൂപ്പറായിട്ടുണ്ട്. നന്നായിട്ട് കോമഡി ഉണ്ട്, ഒരു ഫാമിലിക്ക് ഇതാക്കാനുള്ള സസ്പെൻസ് ഉണ്ട്, പിന്നെ രണ്ടാളുടെ അഭിനയം നന്നായിട്ടുണ്ട്. സിനിമ നല്ല സിനിമയാണ്, നല്ല കണ്ടിരിക്കാൻ വളരെ ത്രില്ലായിട്ടുള്ള സിനിമയാണ്. പിന്നെ നമ്മൾ അഭിനയിച്ച ആളുകൾ തന്നെ ഇത് നല്ല സിനിമയാണ് എന്ന് പറയണതിൽ കാര്യമില്ലല്ലോ. പ്രേക്ഷകർ പറയട്ടെ. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ എല്ലാവരും കണ്ട ആളുകളൊക്കെ വളരെ എന്തായാലും ഒരു ഡിഫറെൻറ്റ് ഫീല് തോന്നി. അടിപൊളിയായിട്ട് എല്ലാ ആളുകളും. അത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സൗബിനൊക്കെ ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടറിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. അത് നമ്മളത് അങ്ങനെ പറയാത്തതെന്ന് വെച്ചാൽ ആളുകൾ അത് കണ്ട് ആസ്വദിക്കട്ടെ എന്നുള്ളതുകൊണ്ടാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആക്ടിങ് സ്റ്റൈലാണ് സൗബിൻ്റെ ഒക്കെ ഈ സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തത്. ബേസിലിൻ്റെ എല്ലാ സിനിമകളും ഹിറ്റല്ലേ. അദ്ദേഹം ഒരു നല്ല നടൻ എന്നുള്ളത് തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പുള്ളീനെ എല്ലാവർക്കും പൊതുവേ ഇഷ്ടമാണ്. പുള്ളിയുടെ ഒരു ആക്ടിങ് സ്റ്റൈലൊക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിലും ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക സ്റ്റൈലാണ് പുള്ളി ഉപയോഗിച്ചിട്ടുള്ളത്. ഇടയ്ക്കൊക്കെ ഒരു എക്സെൻട്രിക് മൂഡിലേക്കൊക്കെ പോകുന്നൊരു പ്രത്യേക സ്റ്റൈലാണ് ഇതിലുള്ള ഒരു ആക്ടിങ് സ്റ്റൈലാണ് ബേസിൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും അത് എല്ലാവർക്കും രസമായിട്ട് ഫീൽ ചെയ്യുന്നൊരു സിനിമയാണ്. 2025 ഒരു നല്ല മലയാള സിനിമയ്ക്കുള്ളൊരു നല്ല ഡയറക്ടറാണ് നമുക്ക് ശ്രീരാജ്. നമുക്ക് മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു നല്ല ഡയറക്ടർ തന്നെയാണ് ശ്രീരാജ് എന്നുള്ളത് ഈ സിനിമയിൽ തെളിയിച്ചിട്ടുണ്ട്, ഒരു സംശയമില്ല. പെർഫോമൻസ് സൗബിൻ, അത് പിന്നെ എല്ലാവരും ചെമ്പൻ വിനോദും പിന്നെ നമ്മുടെ ബേസിലൊക്കെ ഉഷാറാ പനിയാ, അടിപൊളി പനിയാ. നമ്മൾ ഇതുവരെ കാണാത്ത ബേസിലാണ് ഇപ്പോൾ, അടിപൊളി. മാറിക്കഴിഞ്ഞു, ഉറപ്പല്ലേ. എത്ര ഹിറ്റ് അടുത്ത് തന്നെ ഉണ്ടായത്, ഉറപ്പായിട്ട്. ഇനി കണ്ടോ, ഈ ബേസിലും കത്തും അല്ലേ. ഫുള്ളി സാറ്റിസ്ഫൈഡ്, അടിപൊളി പടം. ബേസിൽ ശ്രദ്ധിക്കുന്ന എന്താണോ, അവരൊന്നും സൂപ്പർ സ്റ്റാർ ആകാൻ വേണ്ടി നടക്കുന്നവരല്ല. അവർ അഭിനയ സാധ്യതയുള്ള പടം മാത്രം നോക്കി നടക്കുന്നവരാണ് ഈ ബേസിൽ. അതേപോലെ സൗബിനൊക്കെ എന്ന് പറഞ്ഞാൽ സൗബിൻ്റെ എല്ലാം പടങ്ങൾ കണ്ടിട്ടില്ലേ. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും മറ്റേ നമ്മളെ ഇതേതാ പറഞ്ഞ പേര് കിട്ടുന്നില്ല. അതൊക്കെ അഭിനയ സാധ്യത മാത്രം നോക്കിയെടുക്കുന്നതാണ് ബേസിൽ, സൗബിൻ, അങ്ങനത്തെ കുറച്ച് നടന്മാരെ നമുക്കുള്ളൂ. ഇപ്പോൾ ആസിഫ് അലീനൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ അഭിനയ സാധ്യത അവർ നോക്കുന്നത്. ചിലർ സൂപ്പർ സ്റ്റാർ ആകാൻ വേണ്ടി മാത്രം നടക്കുന്നവരാണ്. അതിലൊക്കെ ഡിഫറൻസാണ് അവർ. ബേസിലൊക്കെ സൂപ്പറാണ്. ബേസിൽ എനിക്കൊന്ന് പുള്ളിക്കൊന്നും സൂപ്പർ സ്റ്റാർ പട്ടമൊന്നും വേണ്ടതുകൊണ്ട്. കാരണം പുള്ളി അഭിനയിച്ച ഏത് പടം മിനിമം 50 CR പടമൊന്നുമില്ല. മിനിമം ഗ്യാരണ്ടി ഉള്ളൊരു നടനാണ്. പുള്ളീൻ്റെ ഏത് പടം വന്നാലും ഗ്യാരണ്ടിയാണ്. ഇപ്പോൾ നമ്മളെ പണ്ട് വന്ന മറ്റേ സൂക്ഷ്മദർശനെ കണ്ടില്ലേ, എന്തോന്നാ ഹിറ്റ്. അത് പുള്ളിയുടെ ഡിഫറെൻറ്റ് ക്യാരക്ടർ തിരഞ്ഞെടുക്കുന്നതുകൊണ്ടാണ്. കൊള്ളാം, നല്ല പടം, അടിപൊളി. ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്ത ആൾക്കാർ വരെ ഇപ്പം ഈ സിനിമയിൽ ആദ്യമായിട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പം സുന്ദരേട്ടനാണെങ്കിലും കുറേ പേര് അങ്ങനെ പുതിയ ആർട്ടിസ്റ്റുകളുണ്ട് നമ്മളെപ്പോലെ. അപ്പം അവരൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമുണ്ടായിരുന്നു. സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നമ്മൾക്ക് എന്തായാലും ഇതൊരു ഷോട്ടായിരുന്നു. എന്തായാലും അറിയാം, നമുക്ക് അത്രയും നല്ല കാസ്റ്റാണ്, ക്രൂ ആണ്. പിന്നെ അൻവർ റഷീദ്, പ്രൊഡക്ഷൻ ഷൈജു ഖാലിദ്, DOP സൗബിക്ക, അല്ലെങ്കിൽ ബേസിൽ, അതുമല്ലെങ്കിൽ ശിവജിത്ത്, നിയാസ് ബക്കർ, മീൻസ് ഒരു നല്ല ക്രൂ, ചെമ്പൻ ചേട്ടൻ,
പിന്നെ ശബരീഷ് ഒരുപാട് നല്ല ക്രൂ തന്നെ ഇതിൽ മീൻസ് ആർട്ടിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് മേക്കപ്പ് ആണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും റോണക്സ് എല്ലാവരും അത്യാവശ്യം നല്ല ക്രൂ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഭയങ്കര എന്തായാലും നല്ല ഔട്ട്പുട്ട് ആയിരിക്കുന്ന ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് കറക്റ്റ് തന്നെ കിട്ടി, പ്രതീക്ഷ പോലെ തന്നെ. കണ്ടിരിക്കാൻ എല്ലാവരുടെയും നല്ല പറഞ്ഞു. ചെമ്പൻ ചേട്ടൻ്റെ ആണേലും സൗബിനിക്കയുടെ ആണേലും എല്ലാവരുടെയും നല്ല, പിന്നെ ആ ചേച്ചി ആ ക്യാരക്ടറെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല പടം കണ്ടിരിക്കാൻ ലാഗില്ല, കണ്ടിരിക്കാൻ നല്ല